Good morning. Good morning, Miss. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും കയറോ നോക്കാം. Okay. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചാപ്റ്റർ 52 ആണ് പറഞ്ഞത്. ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. അത് നമുക്ക് എന്ത് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർസ് സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന് പറഞ്ഞു. ഹാർഡ്വെയർസിനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു. കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഇമേജ് കാണുന്ന എല്ലാത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഹാർഡ്വെയർസ് ഏതൊക്കെയാണ്, സോഫ്റ്റ്വെയർസ് എന്താണ്, പിന്നെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്താണ്, മെമ്മറി, സ്റ്റോറേജ് യൂണിറ്റ്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? Yes, ma'am. ഓക്കെ. ഇനി നമ്മ അടുത്ത ഒരു ഇതിലേക്ക് പോകണം. മൈക്രോസോഫ്റ്റ് വേർഡ് കേട്ടോ. നമ്മുടെ വിൻഡോസിൽ എന്തുണ്ടാവും? മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലെറ്റേഴ്സ് എഴുതാനും റിപ്പോർട്ട്സ് തയ്യാറാക്കാനും റെസ്യൂമെ ഒക്കെ ചെയ്യുന്നത് ഇതിലാണ്, മൈക്രോസോഫ്റ്റ് വേർഡിലാണ്. ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. നമ്മുടെ ഡാറ്റാസ് ഒക്കെ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാരഗ്രാഫ്, അതേപോലെ ലെറ്റേഴ്സ് റൈറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഇത് വേർഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് ആയിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിനെ വേർഡ് എന്നാ പറയാറ്. ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് എന്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് സേവ് ദ ഡോക്യുമെന്റ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
നമുക്ക് അതിലെ ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റും, അത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലെറ്റേഴ്സ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റും എന്തൊക്കെ സോഫ്റ്റ്വെയറിൽ. അതേപോലെ ഡിഫറെന്റ് പർപ്പസിനാന്ന് പറഞ്ഞു. അതെന്തൊക്കെ പർപ്പസ് ആണെന്നാ പറയുന്നത്? റിപ്പോർട്ട് റൈറ്റിംഗ്, റിപ്പോർട്ട് എഴുതാനൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്യണ കാര്യം പറയുന്നത് നമ്മുടെ സിസ്റ്റത്തില് ടൈപ്പ് ചെയ്യും. അതേപോലെ തന്നെ ലെറ്റേഴ്സ്, നമ്മൾ ഒരാൾക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ടാണെങ്കിൽ ഇത് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ റെസ്യൂമ, ഇപ്പൊ നമ്മൾ റെസ്യൂമ ക്രിയേറ്റ് ചെയ്യുന്ന ഏതിലായിരിക്കും? വേർഡ് സോഫ്റ്റ്വെയറിലായിരിക്കും. അതിന് റെസ്യൂമ എന്ന ഹെഡിങ് ഉണ്ടാവും, നമ്മുടെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡാറ്റ, അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഇതെല്ലാം ഏതിലാ ചെയ്യണത്? റെസ്യൂമെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വേർഡിലാണ്. Here are some important features and functionalists of Microsoft Word. അപ്പൊ നമ്മൾ ഇനി മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോണേ കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്കൊരു റെസ്യൂമ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് പോലും പറ്റും. മൈക്രോസോഫ്റ്റ് വേർഡ് അറിയണമെന്നില്ല, ഫുള്ളായിട്ട് അറിയണമെന്നില്ല, എന്നാൽ പോലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ്. ഇനി ഡോക്യുമെന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ്, മെയിൻ ആയിട്ട് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് അതിൽ എഡിറ്റിംഗും പറ്റും. പിന്നെ കൊളാബറേഷൻ ആൻഡ് ഷെയറിങ്, നമുക്കത് ഷെയർ ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതേപോലെ ഈ വേർഡിലേക്ക് ഒരു ഇമേജ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ഫീച്ചറാണ് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ പറ്റും. സ്പെല്ലിംഗ് അതേപോലെ ഗ്രാമർ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ താഴത്ത് ചുമന്ന കളറിൽ ഒരു ചെറിയൊരു കുഞ്ഞു ലൈൻ ഉണ്ടാവും. ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ പച്ച കളറിൽ ഒരു ലൈൻ ഉണ്ടാവും. നമുക്ക് മനസ്സിലാവും നമ്മൾ ടൈപ്പ് ചെയ്തതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതിനൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പത്തെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെല്ലിംഗ് വരും. അപ്പൊ കറക്റ്റ് സ്പെല്ലിംഗ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ ഓട്ടോ കറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്തായിക്കോളും? ഗ്രാമർ മിസ്റ്റേക്ക് മാറിക്കോളും. പിന്നെ ഇൻസേർട്ട് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്, നമുക്ക് എന്തെങ്കിലും ഒബ്ജക്ട്, ഇമേജ്, ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് വേർഡിൽ പറ്റും. പിന്നെ ടാബ്ലറ്റ് ആൻഡ് സ്കീംസ്, ലെറ്റേഴ്സ്, അങ്ങനെ റെസ്യൂമേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കി ഇപ്പൊ ഈ കാണുന്നതാണ് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ഡോക്യുമെന്റ്, ഒരു ഫയലാണ് ഈ കാണുന്നത്. നമ്മൾ എടുക്കുമ്പോൾ വരുന്ന ഒരു പേജാണ് ഈ കാണുന്നത്. അതിൽ ഡോക്യുമെന്റ് ഹെഡർ, പിന്നെ ഡോക്യുമെന്റ് ഏരിയ, അവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും റൂളേഴ്സ് ഉണ്ട്, റൂളേഴ്സ് അടക്കുന്നുണ്ട്. പിന്നെ വ്യൂ ബട്ടൺ ഉണ്ട്, സൂം, സ്ലൈഡർ സൂം ചെയ്യാനായിട്ടൊക്കെ പറ്റും. പിന്നെ മുകളിൽ കാണുന്ന ടാബുകൾ, ഫയല്, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ, അതൊക്കെ എന്താണ്? ടാബുകളാണ്. പിന്നെ പ്രിന്റ് ലേഔട്ട് എടുക്കാൻ പറ്റും. പ്രിന്റ് ലേഔട്ട് നമുക്ക് പ്രിന്റ് എടുക്കാൻ പോകണേണ്. പ്രിന്റ് ലേഔട്ട് പോയി കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രിന്റഡ് പേപ്പറിൽ എങ്ങനെയാണ് അത് വരാന്നുള്ള ആ ഒരു ഇമേജ് കിട്ടും. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് വേഗം എഡിറ്റ് ചെയ്യാം, എന്നിട്ട് പ്രിന്റ് കൊടുക്കാം. പിന്നെ ഫുൾ സ്ക്രീൻ റീഡിങ് പറ്റും. വെബ് ലേഔട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനത്തെ പേജ് ആയിരിക്കും നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണുന്നത്. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലെറ്റേഴ്സ് എഴുതാനും, അതേപോലെ ഡോക്യുമെന്റ്സ്, റിപ്പോർട്ടുകൾ എഴുതാനും, പിന്നെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാനും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യണത്. ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുത്തെ റിപ്പോർട്ട് ഉണ്ടാവും. റിപ്പോർട്ടില് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, ആളുടെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് നമുക്ക് റിപ്പോർട്ട് അടിച്ചു തരാനൊക്കെ മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ആദ്യം ഒരു പറഞ്ഞ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഓഫർ എ യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഇൻസ്ട്രക്റ്റീവ് ഇന്റർഫേസ്. നമുക്ക് എന്താണ്? നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. മേക്കിംഗ് ഇറ്റ് റീച്ചബിൾ ടു ബോത്ത് ബിഗിനേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് യൂസേഴ്സ്. സാധാരണ ബിഗിനേഴ്സിനായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർക്കായാലും മൈക്രോസോഫ്റ്റ് വേർഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. The toolbar, the ribbon provide quick entry to a different formatting and editing option. നമ്മളിവിടെ ഇപ്പൊ ഈ ഇമേജിൽ ടൂൾ ബാറുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ ടൂളുകൾ ഇവിടെ എവിടെ ഉണ്ട്, ടൂൾ ബാർ ഉണ്ട്. ഈ ടൂൾ ബാറിൽ നമുക്ക് ഒരുപാട് ഹോമിലുണ്ടത്, ഹോം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വന്നത്. ഇൻസേർട്ടിലുണ്ട് ടൂളുകൾ. അപ്പൊ ആ ടൂളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻറ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് എവിടെയുണ്ട്? മൈക്രോസോഫ്റ്റ് വേർഡിലുണ്ട്.
ഇനി ഡോക്യുമെന്റ് ക്രിയേഷനും എഡിറ്റിംഗും ആണ്. നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ് ഫ്രം touch and choose from the range of tablets provided by the Word. നമുക്ക് ഇഷ്ടം പോലെ ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഏത് പേജ് വേണമെങ്കിലും എടുത്താൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓഫർ എ വാസ്റ്റ് സെറ്റ് ഓഫ് ഫോർമാറ്റിംഗ് ടൂൾസ് ഫോർ ടെസ്റ്റ്. ഒരുപാട് ഫോർമാറ്റിംഗ് ടൂൾസ് ഉണ്ട് ടെസ്റ്റില്. നമുക്ക് ടെസ്റ്റ് മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. പാരഗ്രാഫുകൾ, പേജ് കൊടുക്കണമെങ്കിൽ limiting users to customize the appearance of the documents. നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ എന്ത് പറ്റും? ഈ വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. എന്റെ സൗണ്ട് ക്ലിയർ ആണല്ലോ? ക്ലിയറാ മിസ്. കാരണം ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് കേൾക്കണം. ക്ലിയർ ആവണ്ടെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നമുക്ക് എന്ത് ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാനൊക്കെ എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യേണ്ടത്? പേജ്, ഒരു പാരഗ്രാഫ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അതേപോലെ പേജ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. നമ്മളൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇപ്പൊ പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കും. അതിന് വേണ്ടിയും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കൊളാബറേറ്റിംഗ് ആൻഡ് ഷെയറിംഗ്. നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മളിപ്പോ റെസ്യൂമ, നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റെസ്യൂമ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അയച്ചു കൊടുക്കണ്ടേ? നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എവിടേക്കും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കണം, ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷെയറിംഗ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് മൈക്രോസോഫ്റ്റ് വേർഡിൽ. ഷെയർ ചെയ്യാനൊക്കെ പറ്റും. Microsoft Word support collaborative features, making multiple users able to work on the document at the same time. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു വേർഡിൽ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്, എന്ത് ലെറ്റർ ടൈപ്പ് ചെയ്തോണ്ടിരിക്കണം. നമുക്ക് വേറൊരു വേർഡ് എടുത്ത് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് അതില് ഒരു ലെറ്റർ അല്ലെ, ഒരു റിപ്പോർട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Users can track the changes, leave the contents and merge edit made by the different contributors. നമുക്ക് അത് ട്രാക്ക് ചേഞ്ചസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എവിടെ ഉണ്ട്? മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉണ്ട്. ഡോക്യുമെന്റ്സ് ക്യാൻ ഓൾസോ ബി സിംപ്ലി ഷെയർഡ് ബൈ ഇമെയിൽസ്, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് വേൾഡിൽ നമ്മൾ സേവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇമെയിൽ വഴി സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ റെസ്യൂമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസ്യൂമ നിങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ HR അയച്ചു കൊടുക്കണമെങ്കിൽ അയാളുടെ മെയിൽ ID വെച്ച് നമുക്ക് ഈ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്തുണ്ടെങ്കിലും ഈ മൈക്രോസോഫ്റ്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിലിലേക്ക് അയച്ചു കൊടുക്കാനൊക്കെ പറ്റും. അതേപോലെ ക്ലൗഡ് സ്റ്റോറേജിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതേപോലെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുവഴി ലിങ്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ല ഈ ഒരു പേജിലേക്ക് നമ്മൾ എത്തുന്നുള്ള രീതിയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. കുറച്ച് പിന്നെ റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡിൽ ടൈപ്പ് ചെയ്ത ഒരു കാര്യം നമുക്ക് ഫോർമാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ കളർ മാറ്റാനും അതിന്റെ ചില ഇതിന് ഹെഡിങ് ഒക്കെ എത്തും. അപ്പൊ ആ ഹെഡിങ്ങിന് സൈസ് കൂട്ടാനും അതിന് എഫക്ട് വല്ലതും കൊടുക്കണം, ഒരു ചെരിവൊക്കെ കൊടുക്കാനൊക്കെ എന്തിനു പറ്റും? മൈക്രോസോഫ്റ്റ് വേർഡിന് പറ്റും. വേൾഡ് പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഫോർ ടെസ്റ്റ്. ഒരുപാട് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. വിച്ച് ഇൻക്ലൂഡ് ഫോണ്ട് സ്റ്റൈൽ. ഫോണ്ടിന്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇമേജില്ലേ, ഇപ്പൊ ഈ വന്നിരിക്കുന്ന ആ ഒരു പേജ് അത് ഏരിയലാണ് ഇപ്പൊ നമുക്ക് വായിക്കുന്ന ആ ഒരു ഫോർമാറ്റ് എടുക്കുന്നത്. ഇത് കുറച്ച് ചെരിഞ്ഞിട്ടായിരുന്നെങ്കിൽ അതെന്താണ്? ഇറ്റാലിക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ .4 റിച്ച് ഫോർമാറ്റിംഗ് ടൂൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ബോൾഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇത് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? ബോൾഡ് ചെയ്തിട്ടുണ്ട്, ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? അണ്ടർലൈൻ ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അണ്ടർലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡില് ഒരുപാട് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത്. യൂസേഴ്സ് ക്യാൻ അപ്ലൈ ഫോർമാറ്റിംഗ് ടു പാരഗ്രാഫ്, അഡ്ജസ്റ്റ് ലൈൻ സ്പേസിംഗ്. നമുക്കൊരു പാരഗ്രാഫ് വേണമെങ്കിൽ ഫോർമാറ്റ് ചെയ്യാം. ഒരു പാരഗ്രാഫ് മാത്രം നമുക്ക് ബോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് മാത്രം ബോൾഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് ഒരു പാരഗ്രാഫ് മൊത്തം അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ ഒരു പാരഗ്രാഫ് മാത്രമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലൈനിന്റെ സ്പേസുകൾ ഇവിടെ കണ്ട ഇപ്പൊ .5 ആണ് അതിന്റെ ചെറിയ സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്പേസ് കൂട്ടാം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അലൈൻ ടെസ്റ്റ് മാറ്റാൻ പറ്റും. ആഡ് ബുള്ളറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. പോയിന്റിങ് ഓർ നമ്പേഴ്സ്.
നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ട എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതിന്റെ താഴെ സബ് പോയിന്റ് എന്താണ് 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റ് വന്നിട്ടുണ്ട്. അടുത്തതില് ഇപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിന്റെ താഴെ ഇങ്ങനെ 1 2 3 4 അങ്ങനെ വന്നിട്ടുണ്ട്. കണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇത് നോക്കി അല്ല ഇതുണ്ട് ഈ ബുള്ളറ്റ് ഉണ്ട്. ഇത് ബുള്ളറ്റ് ആണ്. നമ്മുടെ ഇത് മൈക്രോസോഫ്റ്റ് വേർഡിൽ ബുള്ളറ്റ്സ് എന്നാണ് ഇതിനെ പറയണത്. എന്താണ് ബുള്ളറ്റ്സ്? ഇനി വേറെ സ്റ്റാർ ഉണ്ടാ നോക്കട്ടെ കേട്ടോ. സ്റ്റാർ നോക്കട്ടെ. സ്റ്റാർ ഓപ്ഷൻ ഇല്ല കേട്ടോ, ഇതിലില്ല സ്റ്റാർ ഓപ്ഷൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൽ എവിടെയോ ഒരു ഫോർമാറ്റ് എവിടെയോ ഒരു ഇതില് സ്റ്റാറിന്റെ ഒക്കെ ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, ഇല്ല. ഇത് ഇല്ല, ഇത് കണ്ടാ? ഇതാണ് ബോക്സ് എന്ന് വെച്ചാല് നമ്മുടെ ഇതില് ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടറിന് ഇതിന്റെ ഇപ്പുറത്തായിട്ട് എന്താണ് ബോക്സ് വന്നിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? വേർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. വേർഡിൽ നിന്ന് നമ്മൾ ഫോർമാറ്റിംഗ് ടൂൾസിൽ നിന്ന് എടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ആഡ് ബുള്ളറ്റ്സ്, പോയിന്റ്സ്, നമ്പേഴ്സ് ഒക്കെ അതിൽ വന്നിരിക്കണേ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഇറ്റ് ഓൾസോ ഓഫർ മോഡേൺ ഫീച്ചേഴ്സ് സച്ച് ആസ് ഹെഡറും ഫൂട്ടറും. മുകളിൽ ഹെഡിങ്ങിൽ ഇവിടെ ഹെഡറും ഫൂട്ടറും ഒക്കെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്? മൈക്രോസോഫ്റ്റ് വേർഡിൽ ഓപ്ഷൻ ഉണ്ട്. ഇത് കുറച്ചും കൂടി എന്താ പറയാ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. തിയറി ആയിട്ട് പറയുമ്പോ നമുക്ക് അത്ര ഇവിടെ ക്ലിക്ക് ആവണില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇതില്. പിന്നെ ടേബിൾസ് അതേപോലെ സ്റ്റൈലുകളൊക്കെ ഡോക്യുമെന്റ്സിന് കൊടുക്കാൻ പറ്റും. എന്ത് വഴി? ഫോർമാറ്റിംഗ് വഴി കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്താണ് സ്പെല്ലിംഗ് ചെക്കും ഗ്രാമർ കറക്ഷനും. ഞാൻ പറഞ്ഞു നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡാറ്റാസ് എൻട്രി ചെയ്യുന്നുണ്ടോ. നമ്മളറിയാം ഇപ്പൊ പ്രിൻസിപ്പിളിന്റെ ഒക്കെ സ്പെല്ലിംഗ് മാറിപ്പോയെന്ന് വിചാരിക്കും. പ്രിൻസിപ്പാളും ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്പെല്ലിങ്ങുകളൊക്കെ വ്യത്യാസം വന്നാലും ഗ്രാമർ മിസ്റ്റേക്ക് എന്തെങ്കിലും അവിടെ കാണിക്കും. ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, റെഡിങ് അങ്ങനെ വരും. അല്ലെങ്കിൽ കളർന്ന് അടിക്കൂലേ നമ്മ ഇതിലെ എന്തിലാണ് നമ്മുടെ കളർ എന്ന് പറഞ്ഞാൽ CLOUR എന്നാണ്. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന COLOUR ആണ്. അപ്പൊ കളറിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിക്കും. റെഡ് കളറിൽ ഇങ്ങനെ താഴത്ത് കാണിച്ചിട്ടുണ്ടാവും. അത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവും? നമ്മൾ അടിച്ച ആ ഒരു വേർഡ് മിസ്റ്റേക്ക് ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എഡിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പെല്ലിംഗ് കറക്ഷൻ ഒക്കെ എവിടെ പറ്റും? മൈക്രോസോഫ്റ്റ് വേർഡിൽ പറ്റും. അതേപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ റെഡ് കളറിന് പകരം പച്ച കളറായിരിക്കും. ഈ ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കാര്യമുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ആ ഫുൾ സ്റ്റോപ്പ് അടക്കം എന്ത് ചെയ്യും? ഒരു പച്ച കളറിലെ കുഞ്ഞി ലൈൻ പോകും. നമുക്ക് മനസ്സിലാക്കാം, ഞാൻ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? ക്യാപിറ്റൽ ഓപ്ഷൻ ഇട്ടില്ല. അതുകൊണ്ടാണ് എന്ത് വന്നത്? ആ ഒരു പച്ച കളറിലെ ഗ്രാമർ മിസ്റ്റേക്ക് വന്നതെന്ന് മനസ്സിലാക്കി. നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട്? വേർഡിലുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്? സ്പെല്ലിംഗ് ചെക്കാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഗ്രാമർ കറക്ഷൻ. വേർഡ് കൺസിസ്റ്റ് ഓഫ് bullets in spellings and grammar checking tool to make users identify and correct the errors. എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനൊക്കെ എന്ത് പറ്റും? വേർഡിലാണെങ്കിൽ നമുക്ക് പറ്റും. ഇത് അണ്ടർലൈൻ മിസ്സ്പെൽഡ് വേർഡ് ഞാൻ പറഞ്ഞില്ലേ, അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് ദ കറക്ഷൻ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനായിട്ട് കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടാവും. വിച്ച് എൻഷുർ ദ ആക്യുറസി ഓഫ് ദ റിട്ടേൺ കണ്ടന്റ്. അത് എന്തിനു എൻഷുർ ചെയ്യണം? ഒരു ആക്യുറസി എൻഷുർ ചെയ്യണം. ഇപ്പൊ നമ്മൾ എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റിനേക്കാളും ആക്യുറേറ്റ് ആയിരിക്കും എന്ത്? നമ്മുടെ ഇത് ഏത് വേർഡിലെ ഡോക്യുമെന്റ് പറഞ്ഞിട്ട്. അതിൽ ഓൾറെഡി അവർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകും എവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്? വേർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്താണ് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഇടുന്ന ഡാറ്റാസ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ഡോക്യുമെന്റ്സിലൊന്നും എന്തില്ലാത്തത്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്തത്. അടുത്താണ് ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. നമുക്ക് ഒബ്ജക്ട്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഇമേജുകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് റെസ്യൂമേ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സൈഡിലായിട്ട് നമ്മൾ അഡ്രസ് കൊടുക്കും. ഇപ്പത്തെ സൈഡിൽ നമ്മുടെ ഫോട്ടോ എന്ത് ചെയ്തിട്ടുണ്ടാവും? റെസ്യൂമില് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സൈഡിൽ മാത്രമായിട്ട് ഫോട്ടോ കൊണ്ടുവരാൻ പറ്റും. അത് എങ്ങനെയാണ് നമുക്ക് പോസിബിൾ ആവണേ? വേർഡില് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് പോസിബിൾ ആവണേ. നോക്കിട്ടാ, ഇതിൽ ഇൻസേർട്ട് എന്ന് പറയുന്നത് എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ട് പിക്ചേഴ്സ്, ടേബിൾസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും. അപ്പൊ അതിൽ പിക്ചർ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഫോട്ടോഗ്രാഫ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിലേക്ക്? നമ്മൾ ഈ വേർഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്തിലേക്ക്?
നമ്മുടെ ഈ ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് വേർഡ് ഡോക്യുമെന്റിലേക്ക് ഈ ഒരു ബോക്സ് ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവണ വേർഡില് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പോസിബിൾ ആവുന്നത്. ഇതിൽ നമുക്ക് യൂസേഴ്സ് ക്യാൻ ഇൻസേർട്ട് ഡിഫറെന്റ് ഒബ്ജക്ട് ഇൻ ടു ദർ ഡോക്യുമെന്റ് ലൈക്ക് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇൻസേർട്ട് ഒബ്ജക്ട്സും ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ടാബ്ലറ്റ് ആൻഡ് തീംസ് ഒക്കെ കൊണ്ടുവരാൻ ബാക്കിൽ തീമുകളൊക്കെ കൊണ്ടുവരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്ത് പേരുണ്ടെങ്കിൽ പേര് പ്രൊവൈഡ്സ് wide range of tablets themes for various documents types including resume letters like നമുക്ക് കുറച്ച് തീമുകളൊക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. These tablets offer pre-designed layout, already designed ചെയ്ത layout ഉണ്ടാവും. അത് നമുക്ക് അങ്ങനെ പ്രസന്റ് ചെയ്താൽ മതി. ഫോർമാറ്റിംഗ് ദാറ്റ് സേവ് ടൈം ആൻഡ് എഫേർട്ട് ഫോർ യൂസേഴ്സിന് ടൈമും എഫേർട്ട്സ് ഒക്കെ സേവ് ചെയ്യും. കാരണം ഓൾറെഡി അത് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു അറിയിപ്പുണ്ട്, ഇപ്പൊ ഇടിമിന്നലൊക്കെ നടക്കണോണ്ട് ഇന്ന് ക്ലാസ് ഇനി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. സോറി, നേരത്തെ അറിയിക്കാൻ പറ്റില്ല. കുഴപ്പമില്ലല്ലോ? Okay. കാരണം നെറ്റിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്, ഇടിമിന്നലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നോട്ടീസ് വന്നതാണ്. ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു. Okay, thank you. Sorry for inconvenience.